ചെറിയ സംസ്കാരത്തിന് വ്യത്യാസം ഉണ്ടാവും. തൃശ്ശൂർ വന്ന് വേറെയാവും, കണ്ണൂർ പോയപ്പോൾ അല്ലെ അങ്ങനെയല്ലേ. അപ്പൊ അങ്ങനെ ഇവിടെ എല്ലാവരും ഒത്തുകൂടുന്നെങ്കിൽ ഇഷ്ടമായി വന്നു. ഇതൊരു ഗ്രൂപ്പാണ്. നമ്മളൊരു ക്ലാസ്, ഇതൊരു ക്ലാസ് അല്ലേ. നമ്മളിപ്പോ ഒരു ക്ലാസ്സില് വന്നപ്പോ 10ാം ക്ലാസ് 10A ഒരു ക്ലാസ് പോലെയാണിത്. നമ്മള് ക്ലാസ് ഇങ്ങനെ തുടങ്ങിയ ആദ്യം നമ്മൾ എന്താ ചെയ്യാ, ഒരു ടീച്ചർ വന്ന് ആദ്യം ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മള് ക്ലാസ്സിലേക്ക് ഒരാളെ തെരഞ്ഞെടുക്കാറുണ്ട്. ഇല്ലേ? ഇവിടെ ലീഡർ ഉണ്ടോ? ഇല്ലേ? അത് വേണം കേട്ടോ. നമ്മള് ക്ലാസ് ഒക്കെ ആയാൽ നമ്മൾ നയിക്കാൻ ഒരു ലീഡർ വേണം. ഉണ്ടോ? ഇവിടെ ഉണ്ട്. ആ ഏട്ടനെയാണ് എന്താ അജയ് കൃഷ്ണ. എന്താ ഏട്ടനെ ലീഡറാക്കാൻ നിങ്ങൾക്കൊരു കാരണം ഉണ്ടാവും. നല്ല പെരുമാറ്റമാണ്. ആണോ? നല്ല പെരുമാറ്റമാണ്. എന്തെങ്കിലും നല്ല പെരുമാറ്റമായിട്ടല്ലേ കണ്ടത്? പറഞ്ഞു. അതാണ് ഒരു പെരുമാറ്റം. പിന്നെന്താ? ഹെൽപ്പിംഗ് മെന്റാലിറ്റി നല്ലോണം ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ആ ഏട്ടനെ ലീഡറായിട്ട് പരിഗണിക്കാം. പാലക്കാട്, മണ്ണാർക്കാട്, ഏതില്ലത്തെ പാലഞ്ചേരി. അപ്പൊ ആ ഭാഗത്തൊക്കെ തന്നെ ഞങ്ങളുടെയില്ല. പെരിന്തൽമണ്ണയിൽ ഒരു 12 കിലോമീറ്റർ എനിക്ക് വന്നാലും പാലക്കാട് സൂതപ്പുഴയുടെ ബോർഡറിലാണ്. ഊച്ചിയാണില്ല പേര്. ഈ ഏട്ടന്റെ അനീതിയാണ് കേട്ടോ. അങ്ങനെയാണ്. ഇവിടുന്ന് പോയിട്ട് 26 കൊല്ലായി. ഇവിടുന്ന് പോയിട്ട് 26 കൊല്ലായി. ടീച്ചറായിട്ട് അത്രല്ല. അതിന് മുമ്പ് ഇവിടെ എന്റെ പേര് ദിവ്യ. ഓക്കെ. ഈ എന്താ സാഗേത് ഇപ്പൊ പഠിക്കുന്ന സ്കൂളിൽ ഒരു 8 കൊല്ലം ഞാൻ അതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഗവൺമെന്റ് സർവീസ് 21 കൊല്ലായി. GHS സ്കൂളിനൊക്കെ പെരിന്തൽമണ്ണ അങ്ങനെ ഒരു അപരാധം ചെയ്തു എന്നുള്ളൂ. ബാക്കിയൊക്കെ നല്ലതാ. അപ്പൊ അതാ നിങ്ങൾ അജയ് കൃഷ്ണ എന്ന് പറഞ്ഞ ഏട്ടനെ നല്ല ലീഡറായി തെരഞ്ഞെടുത്തു. നിങ്ങൾ പറഞ്ഞു നല്ല പെരുമാറ്റമാണ് ഏട്ടനെ. അപ്പൊ എന്താണ് ഈ നല്ല പെരുമാറ്റം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന ആവശ്യമൊന്നുമില്ല. ഞാൻ നല്ല പെരുമാറ്റം നിങ്ങളോട് പറയണമെങ്കിൽ ആദ്യം എനിക്ക് നല്ല പെരുമാറ്റം ഉണ്ടാവും. ഗാന്ധിജിയുടെ കഥ കേട്ട പോലെയാണ്. നീ കേട്ടിട്ടില്ലേ? ഗാന്ധിജിയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നു. എന്നിട്ട് ഗാന്ധിജിയുടെ ആ സ്ത്രീ പറഞ്ഞു, എന്റെ മകനൊരു ദുശ്ശീലുണ്ട്. അപ്പൊ എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എപ്പോഴും ശർക്കര തിന്നാം, എപ്പോ നോക്കിയാലും ഇതാ ചോദിക്കുക. അപ്പൊ ഗാന്ധിജി അതൊന്ന് മാറ്റി തരണം, അങ്ങനെ എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്ന ആളത്. അപ്പൊ ഗാന്ധിജി ആലോചിച്ചു, അതുപോലെ 10 ദിവസം കഴിച്ചു വരും. അപ്പൊ എന്തിനാ അങ്ങനെ ചോദിച്ചു. അല്ല ആവശ്യമുണ്ട്, ആയിക്കോട്ടെ. 10 ദിവസം കഴിഞ്ഞു വന്നു. ഗാന്ധിജി ആ കുട്ടിയെ നല്ലോണം ഉപദേശിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ ശർക്കര തിന്നാ പറ്റി കഴിഞ്ഞാലും അങ്ങനെയൊക്കെ പറഞ്ഞു. എന്തായാലും ആ ദുശീലം മാറ്റി. അപ്പൊ ആ അമ്മ ചോദിച്ചു, എന്തിനാണ് അല്ല അങ്ങനെ പറഞ്ഞത്? 10 ദിവസം കഴിഞ്ഞു വരാം, അപ്പൊ തന്നെ ഈ ഉപദേശങ്ങൾ കൊടുത്താൽ പോലെ. അപ്പൊ ഗാന്ധിജി ഒന്ന് വിനയാന്വിതനായിട്ട് പറഞ്ഞു, അത്രേ, ഒരു ദുസ്വഭാവം എന്തേലുണ്ട് വെച്ചാൽ ഞാനത് ആദ്യം മാറ്റണം. എനിക്ക് ശർക്കര തിന്നുക എന്നുള്ള ഒരു ദുസ്വഭാവം ഉണ്ടാകും. അത് ആദ്യം ഞാൻ മാറ്റിയാലല്ലേ എനിക്ക് വേറെ ആളെ ഉപദേശിക്കാൻ പറ്റുള്ളൂ. അതുപോലെ അപ്പൊ ഈ 10 ദിവസം കൊണ്ട് ഞാൻ എന്റെ ആ ദുസ്വഭാവം നിർത്തി. ഇനി എനിക്ക് വേറെ ആളെ വെച്ചാൽ അതുപോലെ ആയിട്ട് ഞാനും ഈ നല്ല പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ നല്ല പെരുമാറ്റം ഉണ്ടാവണം, എന്നിട്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇത് തുടങ്ങാം. എന്താ ഇവിടെ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഈ പെരുമാറ്റം എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ് പറയാ? പെരുമാറ്റം എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ്? ബിഹേവിയർ അല്ലെ? ബിഹേവിയർ. നല്ല പെരുമാറ്റം ബിഹേവിയർ എന്നൊരു വാക്കുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ, ഒരു എക്രോണിം എന്നുള്ള എന്താ എക്രോണിം എന്ന് പറഞ്ഞാലോ? എക്രോണിം എന്ന് പറഞ്ഞാല് നമ്മള് ബിഹേവിയർ ബാഡ് എന്നുള്ളതിന് BAD അതിന് ഒരു എക്സ്പാൻഷൻ കൊടുക്കാം. ബി എന്നുള്ളതിനൊരു വാക്ക്. അങ്ങനെ ഒരു നമ്മളൊരു അഡ്ജക്റ്റീവ്സ് അതിന് കൊടുക്കാം. ഒരു നാമവിശേഷണങ്ങൾ നമ്മൾ കൊടുക്കുന്നതിനാണ് എക്രോണിം എന്ന് പറയുന്നത്. അതുപോലെ ബിഹേവിയർ എന്ന വാക്കിന് ഞാനൊരു എക്രോണിം കൊടുക്കുകയില്ല. ബി എന്ന വാക്കിന് ഞാൻ കൊടുത്താണ് ബിലീഫ്. ബിലീഫ് എന്ന് പറഞ്ഞാൽ വിശ്വാസം. നല്ല വിശ്വാസം നമുക്കുണ്ടാകും. നമ്മളൊരാളെയും മിസ്ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. മിസ്ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കുക. അതുപോലെ ഈശ്വരനിൽ നമുക്ക് നമ്മളിൽ തന്നെ നല്ല വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ നന്നായിട്ട് പെരുമാറാൻ പറ്റൂ. നമ്മുടെ ഉള്ളിൽ നമുക്ക് വിശ്വാസം ഇല്ലാത്ത നമ്മളൊരാളുടെ മുഖത്തോക്കി വർത്തമാനം പറയില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക്
നമ്മുടെ നമുക്ക് എന്തോ ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരാളുടെ മുഖത്ത് കണ്ണിൽ നോക്കി വർത്തമാനം പറയാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമ്മളില് എനിക്ക് നന്നാവാൻ പറ്റും, ഞാൻ നന്നാൻ പറയാം. ആരും നമ്മളെ പറ്റി അങ്ങനെ പറയില്ല. അപ്പൊ നമ്മൾ നല്ല കാര്യം ചെയ്ത് ആദ്യം പോകും നമ്മൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് വെക്കും. 2 പ്രാവശ്യം ചെയ്താൽ നമുക്ക് 1 പ്രാവശ്യം നമ്മൾ വിജയിച്ചാൽ നമുക്കത് നന്നെന്ന് തോന്നും. അപ്പൊ അങ്ങനെ ഒരു ബിലീഫ് നമുക്ക് എപ്പോഴും വേണം, നമ്മളിൽ വേണം. നമ്മളെ നിയന്ത്രിക്കണ എന്തോ ഒരു ശക്തി നമ്മൾക്ക് അപ്പുറം ഉണ്ട്, ഉറപ്പാണ്. അത് ഈശ്വരനോ എങ്ങനെയൊക്കെ പേര് ചോദിക്കും. ചിലർക്ക് അതിന്റെ വിശ്വാസം ഉണ്ടാവില്ല, ചിലർക്ക് അതിന്റെ വിശ്വാസം എന്തോ ഒരു സൂപ്പർ പവർ ഉണ്ട് അവരെ നോക്കാം. അപ്പൊ ആ പവറിൽ നമുക്കൊരു ബിലീഫ് വേണം. അത് തെറ്റ് ചെയ്യുമ്പോഴും അതിലൊക്കെ ഒരു ശക്തി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെയായാലും നമുക്ക് നല്ല പെരുമാറ്റത്തിന് ആദ്യം ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഇമോഷൻ. വികാരാണ്. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, സങ്കടം വരും. കുഞ്ഞു കുട്ടികൾക്ക് അമ്മ അച്ഛനെയും കാണാണ്ട് സങ്കടം കിട്ടോ ഇല്ലല്ലോ. ആദ്യത്തെ ദിവസം ഉണ്ടാകും നല്ല രസമല്ലേ. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരാറുണ്ടോ? അച്ഛനമ്മയോടൊക്കെ ദേഷ്യപ്പെടുവോ? ഇല്ലേ, നല്ല കുട്ടികൾ ഇല്ലോ. ആ ബാറ്ററിക്ക് നല്ല അച്ഛനമ്മയോട് ദേഷ്യപ്പെടുവോ? ടീച്ചർമാരെ അഡ്വൈസ് വരുമ്പോ ഇതൊന്നും വേണ്ടാന്ന് തോന്നുമോ? ചീത്ത വാക്കുകൾ ഉപയോഗിക്കാറുണ്ടോ? നല്ലോണം ആലോചിച്ച് പറയണേ. അപ്പൊ അതാണ് ഇമോഷൻ. അതാണ് രണ്ടാമത്തെ വാക്ക്. ഇമോഷൻ നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റണം എന്നുള്ളതാണ് രണ്ടാമത്തെ വാക്ക്. കണ്ടോ? ഇനി BH എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഓണസ്റ്റ് ആയിട്ട്. ഓണസ്റ്റ് പറഞ്ഞാൽ ബി ഓണസ്റ്റ് എന്നല്ല ഓണസ്റ്റ്, സത്യസന്ധത. നമ്മളൊരിക്കലും പിന്നെ കളവ് പറയാറില്ല. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ തെറ്റ് ചെയ്തു എന്ന് മറ്റുള്ളവരോട് ഏറ്റു പറയാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാകും. അതാണ് ബിഹേവിയറിന്റെ മൂന്നാമത്തെ പോയിന്റ്. പിന്നെ നാലാമത്തെ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതലുണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എന്താണ് ആറ്റിറ്റ്യൂഡ്? നമ്മുടെ മനോഭാവം. ഈ ആറ്റിറ്റ്യൂഡ് എന്നുള്ള വാക്കിന് ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്കറിയോ? നമ്മൾ എ എന്ന ആ ഒരു ലെറ്ററിന് 1, ബി എന്ന ലെറ്ററിന് 2, 3 അങ്ങനെ കൊടുത്തു. സെഡിന് 26 അങ്ങനെ നമ്മൾ നമ്പർ കൊടുത്താൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരൊറ്റ വാക്ക് മാത്രമേ ഇംഗ്ലീഷിൽ കൂട്ടി കഴിഞ്ഞാൽ 100 കിട്ടുള്ളൂ. നോക്കിക്കോളൂ, 100. ആറ്റിറ്റ്യൂഡ്. A for 1, T for 20, T for 20, I for 9, again T for 20, U for 21, D for 4, T for 5. ഇതൊക്കെ കൂട്ടിയാൽ നമുക്ക് 100 കിട്ടും. അങ്ങനെ ഇംഗ്ലീഷിൽ ആകെ ഒരൊറ്റ വാക്കില്ല, ആറ്റിറ്റ്യൂഡ്. അതായത് 100% നമ്മുടെ ആറ്റിറ്റ്യൂഡ് നന്നായിരുന്നാൽ മാത്രമേ നമ്മുടെ ബിഹേവിയർ നന്നാവുള്ളൂ. ഇനി എന്താണ് ബിഹേവിയറിൽ? ബി പറഞ്ഞ വാല്യൂ, മൂല്യങ്ങൾ. നമ്മൾ നല്ല മൂല്യങ്ങൾ നമ്മളിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാം. അതാണ് അടുത്തത്. പിന്നെന്താ ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റൻസ്. നമുക്കൊരു എയിം വേണം ജീവിതത്തിൽ എപ്പോഴും. അത് വെച്ചിട്ട് ഇപ്പൊ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും വലുതായി എന്താവും എന്നുള്ളതല്ല ആയിരിക്കുന്നത്. നമുക്കൊരു ഭാഗത്ത് ഞാനൊരു 5ാം ക്ലാസ്സിലാണെങ്കിൽ 10ൽ എത്തുമ്പോഴേക്കും ഞാൻ എന്താവും, ഒരു 8ലൊക്കെ എത്തുന്ന കുട്ടിക്ക് ഞാൻ ഇനി വലുതായി എനിക്ക് എന്ത് പഠിക്കണം, തുടർന്ന് പഠിക്കണം എന്നുള്ള ഒരു എയിം വേണം. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും നമ്മൾ എത്തില്ല. അത് നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കുന്ന സാധനമാണ്. ഇനി അടുത്തത് O എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ചുറ്റുപാട് നിരീക്ഷിക്കണം. നമ്മൾ നമ്മളെ നിരീക്ഷിക്കണം, തൊട്ടടുത്തുള്ളവരെ നിരീക്ഷിക്കണം, നമ്മൾ പ്രകൃതിയെ നിരീക്ഷിക്കണം. അങ്ങനെ ഒരു നിരീക്ഷണ പാഠവും നമുക്കുണ്ട്. അതില്ലാത്തവര് നമ്മൾ ഒന്നും കാണാതെ വെറുതെ മുമ്പിലേക്ക് മാത്രം നോക്കി ചുറ്റുപാടും അറിയാതെ നടന്നാൽ അത് നമ്മുടെ ബിഹേവിയറിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇൻട്രോവേർട്ട് ആവും. ഇപ്പം നോക്കിക്കോളൂ, ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ച് ആ ഒബ്സർവേഷനിൽ അത്ര ഉണ്ടെന്ന്. ഒരു കാര്യം, നിങ്ങൾ മൊബൈലിന് അഡിക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒബ്സർവേഷൻ പവർ കുറച്ച് കുറയും. അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മറ്റുള്ളവരോട് കൂട്ടുകൂടാതെ വിമുഖത കാണിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകും. ഇനി അടുത്തതെന്താ? അല്ല, യു ഇല്ലേ? യു അല്ല, VOUR. യു പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പര ധാരണ വേണം. ഇപ്പൊ രണ്ടാള് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ സീറ്റ്, എനിക്ക് വീണാന്ന് സീറ്റ് ഒന്ന് തല്ലിവിടാൻ പെടുവോ? ഇല്ല. ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യണം, നമുക്ക് അയാളെ കുറിച്ച് മനസ്സിലാവണം അല്ലേ? ആ അണ്ടർസ്റ്റാൻഡിങ് വേണം. പിന്നെ 6 റെസ്പോൺസ്. നമ്മുടെ മറ്റുള്ളവരോടുള്ള നമ്മുടെ എന്താ റെസ്പോൺസ്?
റിപ്ലൈ. നമ്മുടെ ചോദ്യം ചോദിച്ചാൽ എങ്ങനെ റിപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് ബിഹേവിയറിന്റെ ഭയങ്കര കാര്യം. ഇതാണ് ബിഹേവിയർ. കണ്ടോ, ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമാണ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ മനോഭാവമാണ് നമ്മളെ ഒരാളെ ഇതാക്കിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു കാര്യം പറയണം, ഞാൻ ഇപ്പൊ ഈ പറയുന്നത് നോക്കിക്കോളും. ആറ്റിറ്റ്യൂഡ് നന്നായി ഒരു ക്ലാസ് നന്നായിട്ട് ഞാൻ പറയുന്നത് എന്തെന്നല്ല, ചിലപ്പോൾ എനിക്ക് ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മറ്റാരെയും ശല്യപ്പെടുത്താതെ നല്ലപോലെ ശ്രമിക്കും. ആറ്റിറ്റ്യൂഡ് ഈ കുട്ടിക്ക് എന്താ പറയണത്, ഇയാൾ ഭാരം ഞങ്ങളെ ഉദ്ദേശിക്കുക, അങ്ങനെ ആറ്റിറ്റ്യൂഡുള്ളവരുണ്ടാവും. അത് നമുക്ക് നല്ലതല്ല. ഇപ്പൊ തൊട്ട മുതലെടുക്കുന്നത് അയ്യേ ഇയാളെന്താ ഇങ്ങനെയെന്ന് നമ്മുടെ ആറ്റിറ്റ്യൂഡ് തോന്നി കഴിഞ്ഞു അല്ലേ. ഇതൊക്കെ ആറ്റിറ്റ്യൂഡാണ് ബാക്കി എല്ലാറ്റിനും നിയന്ത്രിക്കുന്ന സാധനം. ആറ്റിറ്റ്യൂഡ് നല്ലതാവണം നമുക്ക് എപ്പോഴും. ഇനി ഈ ബിഹേവിയർ നന്നാവണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നറിയോ? ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു ഓണസ്റ്റ് ആയിരിക്കണം. നമ്മൾ ഭയങ്കര സത്യസന്ധന്മാരായിരിക്കണം. പിന്നെ നമുക്ക് മറ്റുള്ളവരെ മേലിൽ തട്ടാത്ത നുണയൊക്കെ നമുക്ക് പറയാം. നമ്മളെ കാരണന്മാർ പഠിപ്പിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ചെറിയ നുണയൊക്കെ പറയാം. പക്ഷെ നുണ പറഞ്ഞാലും നമ്മൾ അച്ഛനമ്മമാരോട് പറയണം, ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു കേട്ടോ, ഏറ്റു പറയാനുള്ള മനോഭാവം നമുക്കുണ്ടാവും. പിന്നെ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ പരസ്പരം സ്നേഹിക്കും. നിങ്ങൾക്ക് സ്നേഹം കിട്ടാറുണ്ടോ? ആരടുത്തുനിന്ന്? അമ്മയും അച്ഛനും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാറുണ്ടോ? ഓർക്കണോ? ആ ബാക്കിലിരിക്കണത് കിട്ടാറുണ്ടോ? നിങ്ങൾ ഇപ്പോഴും അങ്ങോട്ട് ചെയ്യാറുണ്ടോ? അമ്മയും അച്ഛനെയും ഇമോഷൻസ് പുറത്തേക്ക് വരാറില്ലേ? അതോ അയ്യോ ഞങ്ങളൊക്കെ വലുതായി എങ്ങനെ ഞാൻ അവരെ പോയിട്ട് എങ്ങനെ ചെയ്യാൻ തോന്നാറുണ്ടോ? അങ്ങനെ ഇല്ല കേട്ടോ. നമുക്ക് മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളത് കാണിക്കണം. അത് അച്ഛനമ്മമാരോട് മാത്രമല്ല, നമ്മുടെ സഹജീവികളോട്, നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്നവരോട്, നമ്മുടെ പ്രകൃതിയോട്, മറ്റ് ജീവജാലങ്ങളോടൊക്കെ നമ്മൾ വളരെ കരുണയുള്ളവരായിരുന്നു പറയും. ഓക്കെ, അങ്ങനെ ഒരു സാധനമുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാ ഇതൊക്കെ ഉണ്ടാക്കുക? നമ്മുടെ ജീവിത സാഹചര്യമൊക്കെ ഇതിനെ ബാധിക്കും. ഇനി ഇതിനേക്കാളും ഏറ്റവും വേണ്ടത് എന്താ പറയുക? നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. ബിഹേവിയറിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും എല്ലാവരും ഒരു പുഞ്ചിരി തരൂ, ഒന്ന് പുഞ്ചിരിക്ക് കാണട്ടെ. ചിരിക്കേ, ഇതാണ് ചിരി. എങ്ങനെയാണ് ചിരിക്കുക? എനിക്ക് ചിരിക്കറിയില്ല. കണ്ടോ എന്ത് ഭംഗിയാണ് നിങ്ങളെ കാണാൻ. അങ്ങനെ ചിരിക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവും അങ്ങനെ അല്ലേ. ആ ചിരിയാണ് നമുക്ക് എപ്പോഴും ഇത് തരും. ഞാനൊരു കഥ പറയട്ടെ. ഒരു സന്യാസിക്ക് 3 ശിഷ്യന്മാരുണ്ടായിരുന്നു. സന്യാസിന് ഏറ്റവും അടുത്ത 3 ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോ ആ സന്യാസിയുടെ അടുത്തുള്ള പഠനമൊക്കെ കഴിഞ്ഞ് അവര് എവിടേക്ക് പോവുക? ആശ്രമത്തിൽ നിന്ന് പുറത്ത് പോവുകയാണ്. അപ്പൊ സന്യാസി ഇതിനോട് പറഞ്ഞു, ഗുരു ഞങ്ങളുടെ അത് കഴിഞ്ഞൂലോ, അപ്പൊ ഞങ്ങൾക്ക് പോകാനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞപ്പോൾ സന്യാസി പറഞ്ഞു, എന്നാ ശരി, അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കൊരു പരീക്ഷണം ഉണ്ട് വേണ്ട. ആയിക്കോട്ടെ, ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഞാൻ 3 ആളുടെ കയ്യിൽ ഓരോ പൂവ് തരാം. നിങ്ങളിങ്ങനെ നടന്നു പോയിക്കോളൂ. എന്നിട്ട് കേട്ടോ, അതിന്റെ കാര്യം പറയുമ്പോൾ അവർക്ക് അറിഞ്ഞു വന്നു പുഞ്ചിരിക്കാൻ പറയുമ്പോ കേട്ടോ. അപ്പൊ പറഞ്ഞു, നിങ്ങളിങ്ങനെ നടന്നു പോവാ, എന്നിട്ട് വഴിയിൽ കാണുന്ന നിങ്ങളോട് ചിരിക്കുന്ന ആദ്യത്തെ ആൾക്ക് ഈ പൂവ് കൊണ്ടുകൊടുക്കുക എന്ന് പറഞ്ഞു. ഇതാണ് അപ്പൊ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച എത്ര വലിയ പണി, ഞാൻ കൊണ്ടുകൊടുക്കാലോ എന്ന് പറഞ്ഞു. 3 ആളും എടുത്തു നടന്നു. ആദ്യത്തെ ആള് പോയി. ആദ്യത്തെ ആള് പോയി നോക്കി, ആരും ചിരിക്കണമെന്നില്ല. കുറച്ചും കൂടി നടന്നു. വൈകുന്നേരം ഞാൻ നോക്കി, ഇതെന്താ ആരും ചിരിക്കാത്തത്? തിരിച്ചു വന്നു. രണ്ടാമത്തെ ആള് വേറെ വഴി കൂടെ പോയി. അയാളും അതെ, ഓരോരുത്തരുടെ മുഖത്തേക്ക് നോക്കും, ഒരു രക്ഷയില്ല. വൈകുന്നേരം അയാളും തിരിച്ചു വന്നു. 3ാമത്തെ ആളെ പറഞ്ഞയച്ച 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അയാൾ തിരിച്ചു വന്നു. അപ്പൊ ഇത്ര വേഗം നീ ഇങ്ങോട്ട് വന്നോ? നിനക്ക് എങ്ങനെയാ ഇത് സാധിച്ചത് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ വഴിയിൽ കണ്ട ഒരാളെ കണ്ടു, കുറച്ച് വയസ്സായ ആളാണ്. ഞാൻ അയാളുടെ മുഖത്തേക്ക് ഒന്ന് ചുറ്റി, അയാൾ എന്നോട് ചുറ്റി. ഇത്ര ഉണ്ടായല്ലോ. ഞാൻ കൊടുത്ത് വേഗം പോന്നു. ഇപ്പൊ എന്തുണ്ടായേ? അങ്ങോട്ട് ചിരിച്ചു അല്ലേ? അപ്പൊ നമ്മുടെ സ്വഭാവം ഇങ്ങനെയാണ്. നമ്മളൊരാളെ കണ്ട മുഖം മുഴുവൻ അങ്ങനെ ദേഷ്യം പിടിച്ച് ഇരിക്കാൻ പാടില്ല. എപ്പോഴും എങ്ങനെ ഉണ്ടാവണം? നല്ലോണം ചിരിക്കണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കണം. മറ്റുള്ളവരോട് മുഖം നിർത്തിച്ചിരുന്ന അവർ നമ്മളെയും അങ്ങനെയാണ്. അങ്ങനെയാവണം. അപ്പൊ എങ്ങനെയായിരിക്കും ഇപ്പൊ എല്ലാവരും എപ്പോഴും ചിരിക്കണം. പിന്നെ മറ്റുള്ളവർ പറയണ വാക്കുകൾക്കൊന്നും നമ്മൾ വില കരുതിയിട്ടില്ല. നമ്മളൊരാൾക്ക് ഒരു സമ്മാനം കൊടുത്തു. ഞാനിപ്പോൾ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുത്തു വിചാരിച്ചു, അയാൾ അത് മേടിച്ചില്ല വിചാരിച്ചാ എന്താണ്ടാവുക? അല്ല, അയാളുടെ കയ്യിൽ തന്നെയല്ലേ സമ്മാനം ഇരിക്കുക. അതുപോലെ ആയിരിക്കണം. ചീത്ത വാക്ക് പറഞ്ഞാൽ നമ്മളത് മേടിക്കണ്ട. അപ്പൊ അയാൾ തന്നെയാണ് അത് പഠിക്കുക. ചീത്ത വാക്ക് ഒരാളെ പറ്റി നമ്മൾ ചീത്ത പറയിട്ട് ചെയ്താൽ നമ്മളത് മൈൻഡ് ചെയ്യണ്ട.
പാവല്ലേ എന്ന് വിചാരിച്ചാൽ മാത്രം. ഓക്കെ, ഇനി ദേഷ്യം വന്നാൽ എന്താ ഉണ്ടാവുക? നമുക്ക് ദേഷ്യം വന്നാൽ ശരിക്കും എന്താ ഉണ്ടാവുക? നമ്മുടെ ശരീരത്തിൽ കൂടെ ഒരു അഡ്രിനാലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഇങ്ങോട്ട് വരും. അറിയോ? അത്രയ്ക്കൊന്നും ആയിട്ടില്ല അല്ലേ? അങ്ങനെ സാധനം കേട്ടോ. നമുക്ക് ദേഷ്യം വന്നാലേ അഡ്രിനാലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ അങ്ങോട്ട് ഉത്പാദിപ്പിക്കും. അപ്പോഴാണ് കണ്ണ് കാണില്ല, നമുക്ക് ചെവി കേൾക്കില്ല, നമുക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തോന്നും. ആ അഡ്രിനാലിന്റെ ഹോർമോൺ ഉണ്ടായാൽ നമുക്ക് എന്തുണ്ടാവും? സ്ട്രെസ് വരും. അപ്പൊ നമുക്ക് എന്ത് വരും? മറ്റ് പല രോഗങ്ങൾ വരും. നമ്മുടെ പ്രഷറൊക്കെ അടിച്ചു കയറും. കുട്ടികളാകുമ്പോൾ അത്ര കുഴപ്പമുണ്ടാവില്ല. കുറച്ചും കൂടി വലുതായി ഈ പ്രഷറൊക്കെ അടിച്ചു കയറിയ ഞരമ്പ് പൊട്ടും, സ്ട്രോക്ക് വരും, നമ്മുടെ വീഴും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അതില്ലാതിരിക്കണമെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആത്മസംയമനം പാലിക്കണം. വേണ്ടേ? അതിന് നമ്മൾ ഇപ്പൊ തന്നെ തുടങ്ങണം. ഞാൻ ദേഷ്യം വന്ന വേറൊരു കഥ പറഞ്ഞിട്ടേ. ഒരു അച്ഛനെ അതുപോലെ ചെറിയൊരു കുട്ടിയുണ്ട് കേട്ടോ. ഭയങ്കര വികൃതിയാ. വികൃതി എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത്രയ്ക്ക് വികൃതിയാ. ദേഷ്യാണെങ്കിലോ അത്ര പരമോന്നതിയിലാണ്. അപ്പൊ ഈ അച്ഛന് അച്ഛന് പൊറുതിമുട്ടി, എപ്പോഴും ദേഷ്യ. അപ്പൊ അച്ഛൻ ഇയാളെ നല്ല സ്വഭാവം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു കുറെ ആലോചിച്ച് എന്ത് പണിയൊക്കെ കൊടുക്കുക. അവസാനം അച്ഛനൊരു അച്ഛൻ എന്ത് കുറെ ആണി കയ്യിലെടുത്തു. ഒരു വലിയ മരക്കഷ്ണം, പലക, ഒരു ചുറ്റി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഒരു ദിവസം എപ്പോഴൊക്കെ ദേഷ്യം വരും, അപ്പൊ ഒരാണി എടുക്കുക, മരത്തുമ്മില് അടിച്ചു കയറ്റും. അടുത്ത പ്രാവശ്യം ഞാൻ വന്നാ അടുത്തത് അടിച്ചു കയറ്റും അല്ലേ? അപ്പൊ നമ്മുടെ ദേഷ്യം കുറയോ നോക്കാം. പിന്നത്തെ പ്രാവശ്യം വന്നാൽ പിന്നത്തെ കുറച്ച് അടിച്ചു കയറ്റാം. ശരി, കുട്ടി ചെയ്തു. പക്ഷെ അച്ഛൻ എന്ത് ചെയ്തു? ഈ മരപ്പലക കുറച്ച് ദൂരം കൊണ്ടുവന്നു. അവിടെ വെച്ചാൽ മതി. കുട്ടിക്ക് ഒന്നാമത്തെ പ്രാവശ്യം കൂടെ ദേഷ്യം വന്നു. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പല്ലിക്കാലൊക്കെ വിറച്ചു. കുട്ടി ഒരാണി എടുത്ത് ചെന്നു. ഞാൻ പൊട്ടു, എനർജി പോണ്ട്, ഇത്രയും ദൂരം ഓടണം. ഇവിടെ വന്നു, അതിലേറെ ദേഷ്യം വന്നു. അപ്പോഴും ആലോചിച്ചു, ദേഷ്യം വന്ന് അടുത്ത ആണി അടിച്ചു. കൊണ്ടുപോയി അടുത്ത ആണി അടിച്ചു. അങ്ങനെ ഒരു ദിവസം 10ഉം 15ഉം ആണി അടിച്ചു. ആദ്യത്തെ ദിവസം അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും കുട്ടിക്ക് വയ്യാതെയുണ്ട്. അപ്പൊ വിചാരിച്ചു നാളെ എണ്ണം കുറച്ചല്ല. പിറ്റേ ദിവസം എൻ്റെ എണ്ണം കുറഞ്ഞു. ദൂരം ഓടണ്ടേ? അതിനെക്കാളും ഭേദമെന്താ? ദേഷ്യം ഒന്ന് കുറയ്ക്കുകയാണ്. എനർജി പോകും. രണ്ടാമത്തെ ദിവസമായപ്പോൾ കുറഞ്ഞു, മൂന്നാമത്തെ ദിവസമായപ്പോൾ കുറച്ചും കൂടി കുറഞ്ഞു. അങ്ങനെ ദിവസം വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആണിയുടെ എണ്ണം കയറി. കുട്ടിക്ക് എന്ത് പറ്റി? ടീച്ചറിൽ വന്നു, ആറ്റിറ്റ്യൂഡ് മാറി. അപ്പോഴേക്കും നോക്കിയപ്പോഴേക്കും ഒരു ആണിയൊക്കെ കഴിഞ്ഞു. അപ്പൊ കുട്ടി വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ പഠിച്ചു, എന്തായാലും കുട്ടിക്ക് ഒന്നും ദേഷ്യം വരുന്നില്ല കേട്ടോ. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്നാ ഇനി നാളെ തൊട്ടൊരു കാര്യം ചെയ്യും. നാളെ തൊട്ടിട്ട് കുറേശ്ശെ ദേഷ്യം വരുന്നെങ്കിൽ ഓരാണി ഉള്ളിലിരിക്കും. ദേഷ്യം വരുന്നില്ല, എന്നാൽ ദേഷ്യം വരുന്നില്ലാത്ത ദേഷ്യം വരാത്ത സമയത്ത് ഒരാണി ഉള്ളിലിരിക്കാം. നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരാണി കിട്ടൂല. പിറ്റേസം ദേഷ്യം വരുന്നുണ്ടോ? ഇല്ല. കുട്ടി പറഞ്ഞില്ല, ദേഷ്യം വരുന്നില്ല, കുട്ടി വരുന്നില്ല. അപ്പൊ ഒരാണി ചെയ്തിട്ടു. അങ്ങനെ എല്ലാ ആണിയും ചെയ്തിട്ടു. ഇപ്പൊ കുട്ടി ദേഷ്യപ്പെടാതെ കുട്ടിക്ക് സന്തോഷമായി. അച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ അപ്പൊ ഞാൻ ആരോടും ദേഷ്യപ്പെടാറില്ലേ, നോക്കിയപ്പോ ഈ മരപ്പലക കണ്ടോ, ഇതുപോലെ ഒരൊറ്റ ആണിയില്ല. അച്ഛന് സന്തോഷമായി. അച്ഛൻ മകനെ അടുത്ത് വിളിച്ചിട്ടു പറഞ്ഞു, ശരി നല്ല കുട്ടിയായിരുന്നു, നീ ആരോടും ദേഷ്യപ്പെടാറില്ല, എല്ലാവരോടും നല്ല പെരുമാറ്റം. പക്ഷേ ഈ മലപ്പലകയൊന്ന് നോക്കിയോ, മലപ്പലക എനിക്കൊന്ന് നീ നോക്കിയപ്പോ എന്താ ഉണ്ടാകുന്നില്ലേ? നിറച്ച് ഓട്ടോട്ടം കണ്ടുവോ? കണ്ടില്ലേ? ഇത് നിനക്ക് എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ? പറ്റുമോ? ഇതുപോലെയാണ് നമ്മള് ദേഷ്യം വന്നാൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലേ? നമ്മൾ ദേഷ്യം വന്നാൽ ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിൽ ഇങ്ങനെ ആണി തറയ്ക്കണ പോലെ തറച്ചിട്ടുണ്ടാവും. അത് നമുക്ക് എന്തെങ്കിലും ആ പലകയിൽ മാറ്റാൻ പറ്റുമോ? അപ്പൊ അതിനേക്കാളും ഭേദം നമ്മൾ എന്താ വേണ്ടത്? ദേഷ്യം കുറയ്ക്കുക, നമ്മൾ ആത്മസംയമനം പാലിക്കുക. അതിന് നമുക്കൊരു ടിപ്സ് ഉപയോഗിക്കാം. നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ, മലയാളികൾക്ക് തീരെ ഇല്ലാത്തൊരു സാധനമാണ്, നമുക്ക് എന്ത് മറ്റുള്ളവരോട് പറയുമ്പോൾ ഒന്ന് വിനയം കാണിക്കാം.
3 ടിപ്സ് ഉണ്ടായിരുന്നു. എന്തറിയോ? പ്ലീസ്, താങ്ക് യു, വെൽക്കം. പ്ലീസ്, താങ്ക് യു, വെൽക്കം. ആരോട് പറയുമ്പോഴും നമ്മൾ ദേഷ്യപ്പെടാതെ നമ്മൾ പറയാം. പ്ലീസ് അതൊന്ന് തരുമോ? ഇനി ഒന്ന് തന്നു എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയാം? താങ്ക് യു. അപ്പൊ നമ്മൾ എന്ത് പറയണം? വെൽക്കം എന്ന് പറയും. ഈ 3 വാക്ക് മലയാളിക്ക് ശീലമില്ലാത്തൊരു സാധനമാണ്. അപ്പൊ ഇനി നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ പറയാം. മറ്റുള്ളവരോട് പറയുമ്പോൾ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞാൽ താങ്ക് യു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താങ്ക് യു പറയാം. സ്വീകരിക്കുന്ന ആള് വെൽക്കം. പിന്നെ ഇത് പറഞ്ഞാൽ നമുക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടും. ഉണ്ടായ അനുഭവമാണ്. നമ്മൾ കുറച്ച് താങ്ങുന്ന കൊടുത്താൽ മതി. എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരും. നമ്മളിങ്ങനെ വലിയ തലപ്പൊക്കെ പിടിച്ച് അങ്ങനെ ഇരുന്നാലാണ് ചാടരുത്. നമുക്ക് അറിവുണ്ടായിട്ട് കാര്യമുണ്ടോ? കുറെ പണുണ്ടായിട്ട് കാര്യമുണ്ടോ? അതിനേക്കാളും വരുന്നത് നമുക്ക് എന്താ? നല്ല പെരുമാറ്റം. അറിവുണ്ടായിട്ടും കാര്യമില്ല, പണം ഉണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് നല്ല പെരുമാറ്റം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ് നല്ല പഠിപ്പികളൊക്കെ ഉണ്ടാവും, ഇല്ലേ? പക്ഷെ ഭയങ്കര അഹങ്കാരമാവും. ഒരു മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയാൽ അങ്ങനെ അസൂയ കാണും. അങ്ങനത്തെ പോലെ നിങ്ങൾക്ക് ഇഷ്ടാവോ? ഇല്ല. പിന്നെ എനിക്ക് മണ്ടന്മാരായ കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മളോ അങ്ങനെയുള്ളവരല്ലേ നമുക്ക് ഇഷ്ടം, അല്ലേ? ചിലവരങ്ങനെ ഉണ്ടാവും. വലിയ കൊമ്പത്ത് BMW കാറിലൊക്കെ വരുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം ഉണ്ടാവില്ല, ആൾക്കാരോട് പെരുമാറാൻ അറിയില്ലായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ എങ്ങനെ ആവാൻ പാടില്ല. അപ്പൊ അതല്ല പെരുമാറും. മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നോ അതാണ് ശരിക്കും നമ്മളെ നല്ല ആളാക്കുന്നത്. നമ്മളെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ എളിമയുള്ളവരാണ്. അതാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ ചെയ്യും എല്ലാവരും. അപ്പൊ ഞാനിപ്പോ ഒരു ഗെയിം കളിപ്പിക്കാം കേട്ടോ. നമുക്ക് ഒരു ഗെയിം കളിച്ചാലോ? 3 വാക്ക്. ഏതാ വാക്ക്? വെൽക്കം. ഈ 3 വാക്ക് എന്താ തരിക നിങ്ങളുടെ കയ്യില്? ഈ ടോർച്ച് തരാം. വേണ്ട, ഇതൊന്നും വേണ്ട, നമുക്ക് തന്നെ വേണ്ടേ? നമുക്ക് ഇങ്ങനെ കളിക്കാം. ഒരാള് ലീഡർ തുടങ്ങിയല്ലേ? ലീഡർ തുടങ്ങാം. ലീഡർ ഇത് ആരെങ്കിലും ഒരാളോട് പ്ലീസ് എന്ന് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ പറഞ്ഞിട്ടാ. പ്ലീസ് ഒരു പാട്ട് പാടുമോ? അപ്പൊ ആരാണെങ്കിൽ അയാൾ വീട്ടിൽ നിന്ന് ഒരു പാട്ട് പാടുക. അപ്പൊ ലീഡർ എന്ത് പറയേണ്ടി വരും? താങ്ക് യു. ഇയാൾ വെൽക്കം എന്ന് പറയണം. ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെയാ നിങ്ങൾ ഇതൊന്ന് ഔട്ടാവും. അത് കഴിഞ്ഞാൽ അടുത്ത ആൾ തുടങ്ങുക. അതെന്റെ അടുത്ത ആൾ തുടങ്ങുക. ഇത് എളുപ്പമാണ്, പക്ഷെ സ്പീഡിൽ പറയണം. നിങ്ങൾക്ക് അത് മനോഭാവം ഉണ്ടോന്ന് അറിയാം. മനസ്സിലായില്ലേ? ഏട്ടന് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഏട്ടൻ പറഞ്ഞിട്ടുണ്ടാ മോഡറേറ്റർ ആവാൻ പറ്റുമോ? ഏട്ടൻ എന്ന് പറയുക എന്താണ്? നിങ്ങൾക്ക് എന്താണ് അവരോട് ചെയ്യേണ്ടത് അത് പ്ലേസ് ചോദിക്കുക. അത് ചെയ്ത് കഴിഞ്ഞ ശേഷം താങ്ക് യു പറയാം. അപ്പൊ ഇയാൾ എന്ത് പറയണം? ചെയ്ത ആള് വെൽക്കം പറയണം. ഇനി ഇല്ലെങ്കിലോ പറയാതെ നോക്ക. നമുക്ക് റാൻഡം 4-5 ആൾ കളിക്കാന്നല്ലോ കേട്ടോ. കുറെ കളിക്കാന്നല്ല. അപ്പൊ ഒന്ന് പറഞ്ഞു. ഇനി അടുത്ത ആളെ സെലക്ട് ചെയ്യും. പറയൂ. രണ്ട് സ്റ്റെപ്പ് വെച്ചാൽ മതിയുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി താൻ പറയാ. എന്താ എന്റെ പേരെന്താ? പറഞ്ഞോളൂ. ഈ കുഞ്ഞു കുട്ടികളെ വലിയവരൊക്കെ പങ്കെടുപ്പിക്കുന്നു. ഇവരോട് ചോദിക്കുക, കുട്ടികളോട് ചോദിക്കുക. ഈ കുഞ്ഞു കുട്ടികളെ കിട്ടൂടെ? എന്താ ചോദിക്കാറല്ലേ വിചാരിക്കണേ? പോയി അയ്യോ. ആരോടാ? എന്താ പറഞ്ഞേ? പാട്ട് പാടൂ. ഇനി ഇയാൾ സെലക്ട് ചെയ്യൂ. പോയി ഇത് പറഞ്ഞില്ല. അയാളും പറഞ്ഞില്ല. അപ്പൊ സാറില്ല. അല്ല, ഇനി നിങ്ങളെ വല്ലാതെ കളിപ്പിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് പറയുമ്പോഴും എന്ത് പറയുന്ന ആൾക്കാരോട്